നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് തുലാമാസം 1-ാം തീയതി ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കാവുന്ന സമയമാണ്. അത്രയേറെ ശ്രേഷ്ഠമാണ്. ഇന്നു മുതൽ അതിശക്തിയായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടും എല്ലാം ശുഭകരമായിട്ട് നടക്കും. ആഗ്രഹങ്ങൾ, ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങൾ വിഷമത്തോട് കൂടിയിട്ട് എന്നാണ് നടക്കുക, എപ്പോഴാണ് നടക്കുക എന്നുള്ള വിഷമഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അതില്ല. ഇനി ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സമയമാണ്. സന്തോഷം വന്നു ഭവിക്കുക. കുടുംബത്തിൽ മനസ്സമാധാനം, സന്തോഷപ്രദമായിട്ടുള്ള ഓരോ ദിനങ്ങളായിരിക്കും. കുടുംബത്തിൽ സന്താന ലാഭം, ഐശ്വര്യപ്രദം, ഗുണപ്രദം, ധനലാഭം, അതിലുപരി സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, സന്താനങ്ങളാൽ പേരും പ്രശസ്തിയും നേടാനുള്ള അവസരങ്ങൾ, ജോലിയിൽ മാറ്റം, അവനവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയിൽ ഉയർന്ന നിലയിലെത്തുകയും സാമ്പത്തികമായിട്ട് വളരെ വർധനവുണ്ടാവുകയും ആഗ്രഹിക്കുന്ന വിവാഹം നിശേഷം സാധ്യമാകുകയും ചെയ്യുന്നതാണ്. ഒരുപാട് ശത്രുദോഷങ്ങൾ അനുഭവിച്ച നക്ഷത്രക്കാരാണ്. ശത്രുദോഷങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ശുഭകാര്യങ്ങൾ എല്ലാം തടസ്സപ്പെട്ടു. ജോലി സംബന്ധമായിട്ട് ധനലാഭങ്ങൾ വരാനുള്ള എല്ലാ തടസ്സങ്ങളും, അതുപോലെ സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള പല തടസ്സങ്ങളായിരുന്നു. മറ്റുള്ളവർക്ക് നിങ്ങൾ എത്രത്തോളം നന്നാവുന്നോ അത്രയേറെ നന്നാവാൻ പാടില്ല എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇനി അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നിങ്ങൾക്ക് ഫലിക്കില്ല. അത്രയേറെ ശ്രേഷ്ഠമായിട്ടും ശിവഭഗവാന്റെയും അയ്യപ്പൻ്റെയും തുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സർവൈശ്വര്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും മാത്രമല്ല, സർവൈശ്വര്യം നിറഞ്ഞൊരു ഭവനമായിരിക്കും. അത്രയേറെ ശ്രേഷ്ഠമാണ്. ആഗ്രഹങ്ങളൊക്കെ എത്ര പെട്ടെന്ന് സാധിക്കുക. മാത്രമല്ല, ധനപരമായിട്ടുള്ള വർധനവിൻ്റെ കാര്യം പറഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠമാണ്. ഭവന നിർമ്മാണം, അതിലുപരി വിദേശയാത്ര ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുക. തൊഴിൽ ലാഭം, ഭൂമി, വാഹനം എന്നിവയൊക്കെ ലഭിക്കാനുള്ളൊരു സമയം. അതിലുപരി ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ആഗ്രഹങ്ങൾ സാധ്യമാവാതെ വിഷമത്തോടു കൂടിയിരിക്കുന്ന സന്ദർഭം എത്രയും പെട്ടെന്ന് അത് സാധിക്കുക. പൂർവിക സ്വത്തുകളൊക്കെ കൈവരാനുള്ളൊരു സമയം കൂടി കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു, അതുപോലെ കിട്ടില്ല എന്ന് പറയുന്ന ഒരു തുക എത്രയും പെട്ടെന്ന് കൈകളിൽ എത്തുന്ന ഒരവസരം കൂടിയാണ്. ഇനി രാജയോഗമാണ്. അത്രയേറെ ശ്രേഷ്ഠമായിട്ടും അതിസന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അത്രയേറെ ശത്രുദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തികളൊക്കെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നതാണ്. അതുമാത്രമല്ല, എത്ര തന്നെ സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹം കിട്ടാത്ത നക്ഷത്രക്കാരായിരുന്നു. ഇനി ആ വ്യക്തികളൊക്കെ നിങ്ങളുടെ ആ സ്നേഹം വേണം, നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നുള്ള മനോഭാവത്തോടു കൂടി നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്. ഇനി ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമാവില്ല. നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് പറയാം. ഭരണി, വിശാഖം, പൂരാടം, രേവതി, രോഹിണി, ഉത്രാടം, അത്തം, മൂലം, ചതയം, പൂയം, ആയില്യം, തിരുവാതിര, തിരുവോണം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഈ പറയുന്ന വിധത്തിൽ അത്രയേറെ ശ്രേഷ്ഠമായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അതിശ്രേഷ്ഠമായിട്ടുള്ള ജീവിതമായിരിക്കും. എല്ലാം കൊണ്ടും ഗുണപ്രദമാണ്.